കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിനെതിരെ പ്രതിഷേധം. സഹായധനത്തിൽ നിന്ന് പണം പിടിച്ചെന്നാരോപിച്ചാണ് പ്രതിഷേധം. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. ദുരന്ത മേഖലയിൽ തിരച്ചിൽ തുടരുന്നത് സംബന്ധിച്ച് ഇന്ന് മന്ത്രിസഭാ ഉപസമിതി തീരുമാനമെടുക്കും. ക്യാമ്പുകളിൽ തുടരുന്നവരെ വാടക വീടുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പുനരധിവാസവും സാമ്പത്തിക ബാധ്യത പരിഹരിക്കലും തന്നെയാണ് വയനാട് ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. അതിനിടെ കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. സഹായധനത്തിൽ നിന്ന് പണം പിടിച്ചെന്നാരോപിച്ചാണ് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും രോഹിണി, ഇന്നലെ വിതരണം ചെയ്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്ത സംസ്ഥാന സർക്കാർ നൽകിയ 10,000 രൂപയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കേരള ഗ്രാമീൺ ബാങ്ക് അവരുടെ പഴയ ലോണുകളുടെ EMI പിടിച്ചെടുത്തു. അതായത് ദുരന്ത ബാധിതരുടെ EMI പിടിച്ചെടുത്തു എന്നതാണ് ഇവരുടെ പരാതി. ഈ പരാതി നിരവധി പേർ പരാതിയുമായി എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ശക്തമായൊരു പ്രതിഷേധമാണ് യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ ലീഡ് ബാങ്കിൻ്റെ, അതായത് കൽപ്പറ്റ ജില്ലാ ലീഡ് ബാങ്ക് കൂടിയായ കാനറ ബാങ്കിൻ്റെ ഓഫീസിന് മുന്നിലേക്കാണ് ഇപ്പോൾ AIYFൻ്റെ ഒരു ജാഥ അല്ലെങ്കിൽ ഒരു പ്രതിഷേധ പ്രകടനം നടന്നത്. ഇപ്പോൾ നിലവിൽ അവിടെ പ്രതിഷേധ പ്രകടനം പുരോഗമിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ലോണുകൾ എഴുതിത്തള്ളണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോണുകൾ എഴുതിത്തള്ളണമെന്ന ഒരു ആവശ്യവും അതുപോലെ തന്നെ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്നത്തെ സംവിധാനങ്ങളുടെ ഭാഗമായി, അതായത് സംസ്ഥാന ഇതിൻ്റെ ലീഡ് ബാങ്കിൻ്റെ സംസ്ഥാന ലീഡ് ബാങ്ക് സമിതിയുടെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഈ ലോണുകളുടെ തിരിച്ചടവിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ കൂടിയാണ്. അതിന് മുൻപാണ് ആ സംഭവം. ഇന്ന് അത് ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയ്ക്ക് തൊട്ട് മുൻപാണ് ഇത്തരത്തിൽ വലിയ തുകകൾ പിടിച്ചെടുത്തത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ശക്തമായ AIYFൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തുടർന്നും മറ്റ് യുവജന സംഘടനകളും പ്രതിഷേധത്തിനെത്തുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ പണം പിടിച്ചെടുത്തത് അല്ലെങ്കിൽ അവർക്ക് വന്ന ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം പിടിച്ചെടുത്തത് വലിയൊരു പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. മറ്റൊരു പ്രധാന വിഷയം ഇപ്പോൾ എടുത്തു പറയേണ്ടത്, നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ പുനരധിവാസം സംബന്ധിച്ച വിഷയം തന്നെയാണ്. പുനരധിവാസം സംബന്ധിച്ച വിഷയങ്ങളിൽ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന പരാതികൾ ഉണ്ടാകുന്നുണ്ട്. എങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും PWD ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും തങ്ങളുടെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങളിൽ ഉൾപ്പെടെ താമസ സൗകര്യം ഒരുക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സംവിധാനത്തിൻ്റെ കാര്യക്ഷമത കുറെ കൂടി ഊർജം നേടേണ്ടതുണ്ട് എന്നൊരാവശ്യമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല, നമുക്കറിയാവുന്നതാണ്, തിരച്ചിൽ തുടരണമെന്നൊരാവശ്യം ഇന്നലെ തന്നെ MLA ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ദുരന്തബാധിതരുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ചൂരൽമലയുടെ പല പ്രദേശങ്ങളിലും അതുപോലെ തന്നെ സൂചിപ്പാറ തൊട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ നേരിട്ടുള്ള തെരച്ചിൽ, പ്രൊഫഷണലായ തെരച്ചിൽ, കമാൻഡോകളുടെ തെരച്ചിൽ നേരത്തെ നടന്നതുപോലുള്ള ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ വേണമെന്ന് MLA പോലും ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത് സംബന്ധിച്ചൊരു തീരുമാനം മന്ത്രിസഭാ ഉപസമിതിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഈ ഒരു പ്രതിഷേധം, അതായത് സ്റ്റേറ്റ് ലെവൽ ലീഡ് ബാങ്കുകളുടെ സ്റ്റേറ്റ് ലെവൽ ബാങ്ക് സമിതിയുടെ യോഗം നടന്ന് ഇത്തരത്തിലുള്ള ബാങ്കുകളിൽ നിന്നും ഈ കാർഷിക ലോണുകളും അല്ലാതെയുമായി എടുത്തിട്ടുള്ള ലോണുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുന്നായി ഇത്തരത്തിലൊരു നീക്കം ലീഡ് ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ ബാങ്കുകളുടെ ഭാഗത്തു നിന്നുണ്ടായത് വലിയ പ്രതിഷേധമാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇത് തുടർന്നും ഈ പ്രതിഷേധം തുടരും. ഈ പിടിച്ചെടുത്ത തുക തിരിച്ചു നൽകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇവരുടെ നിലപാടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഹിണി. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.